സംസ്ഥാനത്ത് ഷിഗല്ലെ ആശങ്ക പടർത്തുകയാണ്. പ്രത്യേകിച്ച് തലസ്ഥാന ജില്ലയിൽ ഉൾപ്പെടെ ഷിഗല്ലെ ബാധിതർ ഉണ്ട് എന്ന് സ്ഥിരീകരിച്ച ഒരു പശ്ചാത്തലത്തിൽ വ്യാപകമായി പരിശോധനകൾ നടത്തുന്നുണ്ട്. ഒപ്പം പ്രതിരോധ പ്രവർത്തനങ്ങളും ഊർജിതമാണ്. ആ വാർത്തയുടെ വിശദാംശങ്ങളുമായി ഇപ്പോൾ സാരംഗാണ് ചേരുന്നത്. സാരംഗ്, രോഗം സ്ഥിരീകരിച്ച പശ്ചാത്തലം, കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ഹോട്ടലുകൾ തട്ടുകടകളൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് പോലും പരിശോധനകൾ വ്യാപകമാക്കിയിട്ടുണ്ട്. ഏത് നിലയിലാണ് പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത് സാരംഗ്? അഭിലാഷ്, തീർച്ചയായും. കാരണം കാട്ടാക്കടയിലടക്കം കഴിഞ്ഞ ദിവസം ഒരു കേസ് കൂടി റിപ്പോർട്ട് ചെയ്തിരുന്നു. കാരണം ആ ഭാഗത്ത് അതിനുശേഷം ആരോഗ്യ വിഭാഗത്തിന്റെ പരിശോധനകൾ നടത്തിയിരുന്നു. അതിലൊരു ബേക്കറിയിൽ ഈ ഒരു പാനീയത്തിൽ ഷിഗല്ലയുടെ സാന്നിധ്യം, ഷിഗല്ല വൈറസിന്റെ സാന്നിധ്യം കൂടി ആരോഗ്യവകുപ്പ് കണ്ടെത്തുകയും ആ ബേക്കറി അടച്ചുപൂട്ടാനുള്ള നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു. ഇതുതന്നെയാണ് കാരണം വ്യാപകമായി ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്നും പരിശോധനകൾ നടക്കുന്നുണ്ട്. അത് കൃത്യമായി അറിയിച്ചുകൊണ്ടല്ല. നമുക്കറിയാം, ഈ ഒരു പകർച്ചവ്യാധി പടരുന്ന ഈ മഴക്കാലത്ത് സാധാരണ രീതിയിലും ഹോട്ടലുകളിലും ബേക്കറികളിലും അടക്കം ഇത്തരത്തിലുള്ള മിന്നൽ പരിശോധനകൾ നടത്താറുണ്ട്. കാരണം പകർച്ചവ്യാധികൾ വലിയ രീതിയിൽ പടർന്നു പിടിക്കുന്ന സാഹചര്യം എല്ലാ പ്രാവശ്യവും ഉണ്ടാകാറുണ്ട്. ഇത്തവണ അത് ഷിഗല്ലയാണെന്ന് മാത്രം. അതുകൊണ്ട് തന്നെ ഈ ഒരു പാനീയത്തിൽ ഷിഗല്ലയുടെ സാന്നിധ്യം കണ്ടെത്തിയത് അത് ഒരു കുപ്പിവെള്ളത്തിലല്ല. അതിനു പകരം ഈ ഒരു ഹോട്ടലുകളിലും ബേക്കറികളിലും കലക്കി നൽകുന്ന ഫ്ലേവേർഡ് ആയിട്ടുള്ള വെള്ളത്തിൽ അത് പരിശോധിച്ചപ്പോഴാണ് അതിൽ ഷിഗല്ലയുടെ സാന്നിധ്യം കണ്ടെത്തിയത്. ഇതിനായാലും കാട്ടാക്കടയിൽ തന്നെയാണ് ഒരു ഷിഗല്ല കേസ് കൂടി റിപ്പോർട്ട് ചെയ്തിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഈ ഭാഗത്ത് കൂടുതൽ വ്യാപകമായിട്ടുള്ള പരിശോധന കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നടത്തിവരുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഈ ഒരു സാന്നിധ്യം കണ്ടെത്തുകയും ചെയ്തത്. എന്തിനായാലും ജില്ലയിൽ ഉടനീളം വലിയ രീതിയിലുള്ള പരിശോധനകൾ ഇപ്പോൾ നടക്കുന്നുണ്ട്. അത് ആരോഗ്യ വകുപ്പിന്റെ മാത്രമല്ല, ഭക്ഷ്യവകുപ്പിന്റെ അടക്കം പരിശോധനകൾ. അത് തട്ടുകടകളിലും തട്ടുകടകളിലടക്കമുള്ള മറ്റ് പല സ്ഥലങ്ങളിലും. നമുക്കറിയാം, തിരുവനന്തപുരത്തിന്റെ ഒരു പ്രത്യേകത തന്നെ നിരവധി തട്ടുകടകളിൽ നഗരത്തിന്റെ പല ഭാഗങ്ങളിലും പ്രവർത്തിക്കുന്ന ഒരു നഗരമാണ് തിരുവനന്തപുരം. അതുകൊണ്ട് തന്നെ ഇവിടങ്ങളിൽ വ്യാപകമായിട്ടുള്ള പരിശോധന നടക്കുന്നുണ്ട്. ഒപ്പം തന്നെ കിണർ വെള്ളം ക്ലോറിനേഷൻ നടത്തുന്നതും ഒപ്പം വ്യക്തി ശുചിത്വം പാലിക്കുന്നതും അടക്കമുള്ള കാര്യങ്ങളിൽ വലിയ ശ്രദ്ധ ചെലുത്തേണ്ട സമയമാണെന്നാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പ് അറിയിക്കുന്നത്. ഒപ്പം തന്നെ സ്കൂളുകളിലും മറ്റും കൃത്യമായ പരിശോധനകൾ നടത്തേണ്ടത് ഒരു ആവശ്യമുണ്ട്. കാരണം കിണർ വെള്ളം ഇവിടെ അടക്കം ഉപയോഗിക്കുന്നതാണ്. എന്തിനായാലും ഇവിടെ ഇത്തരത്തിലുള്ള, അതായത് സ്കൂളുകളായിക്കോട്ടെ, നമുക്കറിയാം കുട്ടികൾ 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കാണ് കൂടുതലായി ഈ ഒരു ഗുരുതരാവസ്ഥയിലേക്ക് പോകുന്നതെങ്കിലും ഈ കുട്ടികളുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ വേണമെന്ന് ആരോഗ്യവകുപ്പ് കൃത്യമായി അറിയിച്ചിട്ടുണ്ട്. എന്തിനായാലും കൃത്യമായ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഇപ്പോൾ കോർപ്പറേഷന്റെ ഭാഗത്തു നിന്നും ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്നും ഒപ്പം തന്നെ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. പക്ഷേ കേസുകൾ ഇപ്പോഴും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മാത്രമല്ല, ഇപ്പോൾ നിലവിൽ കേസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള കേസുകളെല്ലാം നിലവിൽ ഗുരുതര സാഹചര്യത്തിലൂടെ അല്ല കടന്നു പോകുന്നത്. അവരുടെ ആരോഗ്യസ്ഥിതി നിലവിൽ തൃപ്തികരമാണ്. അതൊരു വലിയൊരു ആശ്വാസകരമായ കാര്യമാണ്. ഇതിനൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ട മറ്റൊരു വിഷയം എന്ന് പറയുന്നത്, എന്ത് ചെറിയ രീതിയിലുള്ള ലക്ഷണങ്ങൾ, അത് ഷിഗല്ലയുമായി ബന്ധപ്പെട്ടതായിക്കോട്ടെ അല്ലാത്തതായിക്കോട്ടെ, അങ്ങനെ ലക്ഷണങ്ങൾ കാണുമ്പോൾ അപ്പോൾ തന്നെ വൈദ്യസഹായം തേടുക, അല്ലെങ്കിൽ ആശുപത്രിയിലേക്ക് എത്തുക. ഇപ്പോൾ നിലവിൽ സർക്കാരിന്റെ അടക്കം സൗജന്യ പനി ക്ലിനിക്കുകൾ അടക്കം നടക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് സ്വയം ചികിത്സയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാതെ ഇരിക്കാനുള്ളൊരു ശ്രദ്ധ വളരെയധികം വേണമെന്ന് തന്നെയാണ് അറിയിക്കുന്നത്. കാരണം സ്വയം ചികിത്സ നടത്തുകയാണെന്നുണ്ടെങ്കിൽ അത് കൂടുതൽ ഗുരുതരമായി പിന്നീട് പനി കൂടുതൽ ഷിഗല്ല അല്ലെങ്കിൽ പോലും മറ്റ് പല പനികൾ നിലനിൽക്കുന്ന സാഹചര്യമായതുകൊണ്ട് തന്നെ അത് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടിലേക്ക് എത്തിക്കാനുള്ള സാഹചര്യമുണ്ട്. എന്തിനായാലും ഇപ്പോൾ നിലവിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നും കോർപ്പറേഷന്റെ ഭാഗത്തു നിന്നും പരിശോധനകൾ വ്യാപകമായി നടക്കുന്നുണ്ട്. അത് കൃത്യമായൊരു സ്ഥലം അറിയിച്ചുകൊണ്ടല്ല, റെയ്ഡുകൾ പോലെയാണ് ഇപ്പോൾ പരിശോധന നടത്തുന്നത്. സാമ്പിളുകൾ കൊണ്ടുപോയി പരിശോധന നടത്തുകയാണ്. എന്തിനായാലും നിലവിലെ സാഹചര്യത്തിൽ തിരുവനന്തപുരം അതീവ ജാഗ്രതയിൽ തുടരുകയാണ്. അഭിലാഷ്, സൂചിപ്പിക്കുന്ന പോലെ ഷിഗല്ലെ മറ്റ് ഇടങ്ങളിലേക്ക് കൂടി വ്യാപിച്ച പശ്ചാത്തലത്തിലാണ് തിരുവനന്തപുരത്തും കൊല്ലത്തും വയനാട്ടിലുമൊക്കെ വ്യാപകമായി പരിശോധനകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.